ഹായ് ഗൈസ്. അപ്പം ഞാനിന്ന് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാൻ പോവുക. കാരണം എൻ്റെ കൊച്ചിലത്തെ ഞാൻ നടന്ന കുറച്ച് വഴികളും കാര്യങ്ങളുമൊക്കെ. ഇന്ന് ഞാൻ ഉള്ളത് അമ്മയുടെ വീട്ടിലാണ്. അപ്പം ഇവിടെ ആയൂർ അഞ്ചൽ ചണ്ണപ്പേട്ട എന്നാണ് പ്രോപ്പർ സ്ഥലം. അപ്പോൾ ഇവിടെ നമ്മൾ വീടൊക്കെ വിറ്റ് അപ്പം നമ്മൾ ട്രിവാൻഡ്രത്തോട്ട് ഷിഫ്റ്റ് ആവുക. അപ്പോൾ വിചാരിച്ച് ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞാൻ കൊച്ചിലെ കളിച്ച് നടന്ന വഴികളും കുളിച്ച് നടന്ന തോടും ഒക്കെ ഒന്ന് കാണിച്ചു തരാം. എനിക്കൊരു മെമ്മറി ആയിട്ട് എന്ന് സൂക്ഷിക്കാമല്ലോ എന്നുള്ള അർത്ഥത്തിൽ എടുക്കുക. അപ്പോൾ ഈ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ പുതിയ വീട്. പുതിയ വീടെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ 9 വർഷമായിട്ട് ഇവിടെയാണ് താമസിക്കുന്നത്. അതിന് മുന്നത്തെ വീടെന്ന് പറയുന്നത് അവിടെ നിങ്ങൾക്ക് കാണാം, ഞാൻ കാണിച്ചു തരാം. അത് അവിടെ അതായിരുന്നു വീട്. പണ്ട് നമ്മൾ ഈ റോഡിൽ വന്നിട്ട് ഇവിടെ ഓട്ടോ ഇറങ്ങിയിട്ടാണ് അങ്ങോട്ട് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരുന്നത്. അത് അക്കരെയാണ് നമ്മുടെ വീട്, ഇക്കരെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോഴത്തെ വീടെന്ന് പറയുന്നത് ഇവിടെയാണ്. കഴിഞ്ഞ 9 വർഷമായിട്ട് ഇവിടെയാണ്. അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് വെക്കുക. എന്തായാലും പനി, ഡസ്റ്റ് അലർജി, അവിടുത്തെ ഡസ്റ്റ് അലർജി ആയിരുന്നു. ഇവിടെ സാധനങ്ങളൊക്കെ അടുക്കി പറക്കുമായിരുന്നു. അപ്പം അതിൻ്റെ പൊടി അടിച്ചിട്ട് അപ്പം ഇതൊക്കെ എടുത്ത് വെക്കാം, വീഡിയോസൊക്കെ എടുത്ത് വെക്കാം. കാരണം ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ സാധാരണ ഇവിടെ ഓട്ടോ ഇറങ്ങിയിട്ട് നമ്മൾ ഇത് വഴിയാണ് പോണേ. ഇത് ഒരു തോടാട്ടോ. ഇവിടെ മൊത്തം റബ്ബറും തോട്ടമായിരുന്നു. ഇപ്പോൾ ഇവിടെയൊക്കെ റബ്ബറൊക്കെ മുറിച്ച് ഇവിടെ മൊത്തം റബ്ബറും തോട്ടം. അതുപോലെ ഇവിടെ പന്നീനെയൊക്കെ നമുക്ക് കാണാമായിരുന്നേ. അപ്പോൾ ഈ തോട് വഴിയായിരുന്നു, ഇത് തോട് വഴിയായിരുന്നു വെള്ളമൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പക്ഷേ ഇല്ല. ഈ വരൾച്ചയല്ലേ, ഇപ്പോൾ മരങ്ങളെല്ലാം പിടിച്ചെടുത്തിട്ട് പേടിച്ചു പോയി. അവിടെ തന്നെ അനങ്ങി മരങ്ങളെല്ലാം വെള്ളം പിടിച്ചെടുത്തിട്ട് വെള്ളമില്ല. പിന്നെ ഇത് നമ്മൾ സാധാരണ ഇത് വഴിയാണ് വീട്ടിലോട്ട് പോകണേ. അവിടെയാണ് നമ്മുടെ വീട് കാണുന്നത്. ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ താമസക്കാരുണ്ട് വേറെ. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇഗ്നോർ മൈ സൗണ്ടൊക്കെ ഒന്ന് നിങ്ങൾ ഇഗ്നോർ ചെയ്തേരെ. കാരണം പനി ആയതുകൊണ്ട് ഇങ്ങനെ വലിച്ചിരിക്കണം. അപ്പം ഇതിൽ കൂടെ പന്നിയൊക്കെ ഇറങ്ങുമായിരുന്നു പണ്ട്. ഇപ്പോഴും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, കാട്ടുപന്നിയൊക്കെ. അപ്പം ഇവിടെ മൊത്തം റബ്ബറായിരുന്നേ. അപ്പം അത് നടുക്കൂടൊക്കെ കാണുന്ന ആ വെള്ളഭാഗം തോടായിരുന്നു. അപ്പം ഇവിടെ മൊത്തം റബ്ബറായിരുന്നു. ഇപ്പോൾ റബ്ബറൊന്നുമില്ല. ഇവിടെ കൃഷിയൊക്കെ തുടങ്ങിയതാണ്ടേ. ചീനിക്കമ്പൊക്കെ നട്ടിട്ടുണ്ട്. നമ്മുടെ പഴയ വീട് അവിടെയാണ്. ഇവിടെ മണിച്ചെടിയൊക്കെ ഉണ്ട്. ഇത് പണ്ടേ ഉള്ള മണിച്ചെടിയാണ്. ഇവിടെ എല്ലാം ഒത്തിരി റബ്ബറും മരങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ റബ്ബറെല്ലാം മുറിച്ചെന്ത്. ഇവിടെയൊക്കെ കൃഷി തുടങ്ങി. നേരത്തെ ഇവിടെയൊക്കെ വെറും നിലമായിട്ട് കിടക്കുമായിരുന്നു. വെറും നിലമല്ല, റബ്ബറുണ്ടായിരുന്നു. അപ്പം എവിടെയാണ് ഇവിടെ കുരുമുളകും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാരുടെയോ പറമ്പാണ്. അടയ്ക്കാമരം എന്നിട്ട് ഇവിടെ ഇതും തോടായിരുന്നേ. പക്ഷെ ഇപ്പോൾ വെള്ളം പോകുന്നില്ല. ഇത് നമുക്ക് നല്ലൊരു ചെടിയല്ലേ. ഇതും തോടായിരുന്നു. ഇപ്പം വെള്ളമൊന്നുമില്ല. തോടിൻ്റെ അവസ്ഥ നോക്കുക ഗൈസ്. വരൾച്ചയായിട്ട് എല്ലാം വൃത്തികേടായിട്ട് കിടക്കുകയാണ്. അപ്പം ഇതായിരുന്നു തോട്. ഇവിടെ നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു. നമ്മളിവിടെ നിന്നായിരുന്നു കുളിക്കുന്നത്. ഇവിടെ ഇരുന്ന് അലക്കയൊക്കെ ചെയ്യുന്നത്. ഈ പാറയുടെ മുകളിലായിരുന്നു അലക്കയൊക്കെ ചെയ്യുന്നത്. ഇപ്പം ഇതൊക്കെ കവുങ്ങിൻ്റെ അടയ്ക്കാമരത്തിൻ്റെ പാളയൊക്കെ കിടക്കുകയാണ്. ഇവിടെ ആയിരുന്നു അലക്കുന്നത്. ഇവിടെ നിറച്ച് വെള്ളം കാണും. ഇപ്പം തറ പോലെ നിൽക്കുന്നത്. ഇത് അവിടെയൊക്കെ കല്ലുണ്ടോ. ഇവിടെ നിന്നായിരുന്നു കുളിക്കുകയൊക്കെ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ കിണറില്ലായിരുന്നു. എന്നിട്ട് ഇതിൻ്റെ താഴെ നിന്ന് താണ്ട് ഇവിടുന്ന് ഞണ്ടിനെയൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇവിടെ ഞണ്ടൊക്കെ ഉണ്ട്. എന്നിട്ട് എനിക്ക് കുളിക്കുക ഇവിടെ പേടിയായിരുന്നു. ഇതിൻ്റെ ഇടയിൽ നിന്ന് ഞണ്ടൊക്കെ ഇറങ്ങി വരുമെന്ന്. ഞണ്ട്, ചെറിയ കൊഞ്ച് പോലത്തുള്ള സാധനങ്ങൾ. പിന്നെ ഞാൻ ഇവിടെ മീനൊക്കെ പേടിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് മീനൊക്കെ പിടിക്കുമായിരുന്നു. കഴുത്തെ തോർത്തൊക്കെ കെട്ടി ഇങ്ങനെ ഒരാളായിട്ട് പിടിക്കുക. അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും, ഞാനും അണ്ണനും കൂടെ പിടിക്കുമായിരുന്നു. ഇവിടെയൊക്കെ ഇവിടെ നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ഇവിടെ ആയിരുന്നു നമ്മൾ തുണിയൊക്കെ കഴുകുന്നത്. ഇതിനകത്തൂടെ തെന്നിയൊക്കെ വീണ് കഴിഞ്ഞാൽ നല്ല രസമായിരുന്നു. ഇവിടെ കുറച്ച് കുഴി പോലെ, ഇവിടെ കുറച്ച് വെള്ളം നിൽക്കുമായിരുന്നു. അങ്ങനെയത്. പക്ഷേ മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ നല്ലോണം കാണാൻ പറ്റും. ഇപ്പം വരൾച്ച ആയതുകൊണ്ടാണ് ഇവിടെയൊക്കെ ആൾക്കാർ കത്തിക്കുകയൊക്കെ ചെയ്യും. ഇതുവഴി തോട് ഇങ്ങനെ പോകും. എൻ്റെ മുട്ടിലൊരു മാർക്കുണ്ട്. ഞാൻ ഇവിടെ ഉരുണ്ട് വീണ. എൻ്റെ മേളിലെ ബാത്റൂമായിട്ടൊക്കെ വരുന്നതിന്. പക്ഷെ അതെല്ലാം പോയി. ഇപ്പോൾ ഒന്നുമില്ലെന്ന് തോന്നുന്നു. ഇതായിരുന്നു നമ്മുടെ വീട് പഴയത്. ഇവിടെ ഇത് അടുക്കളയായിരുന്നു. അപ്പുറത്തൂടെ കയറുമ്പോൾ ഈ അടുക്കളയിൽ വരാം. അങ്ങനെയായിരുന്നു. ഇവിടെ BTS ആർമിനെ കുറിച്ച് എഴുതിയൊക്കെ വെച്ചേക്കുന്നു. എന്നിട്ട് അതായിരുന്നു ഒരു മുറി എന്ന് പറയുന്നത്. അതൊരു മുറിയായിട്ട് മാത്രം. പിന്നെ ഇത് ഇങ്ങനെ മുറിയിലൂടെ കയറി മുക്കി അടുക്കള വരുന്ന രീതിയിൽ ഇങ്ങനെ ഒരു കോമൺ ആയിട്ടായിരുന്നു. ഇവിടാണ് ഗൈസ് ഞാൻ മറിഞ്ഞു വീണത്. ഇവിടെ നിന്ന് നേരെ താഴോട്ട് നോക്കുമ്പം തോടാണ്.
ഈ ഭാഗത്താണ്, ഇവിടാണ് ഞാൻ കറക്റ്റായിട്ട് ഇവിടാണ് ഞാൻ മറിഞ്ഞു വീണത്. മറിഞ്ഞു വീണിട്ട് എൻ്റെ മുട്ടിന്മേൽ സ്റ്റിച്ചിട്ട പോലെ ഒരു പാടായിരുന്നു. അതുകൊണ്ട് ഇതുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഈ പാടിൻ്റെ ഉത്തരവാദി ഈ കല്ലുകളാണ്. പണ്ട് ഇവിടെ ഒരു പേര ഉണ്ടായിരുന്നു ഈ ഭാഗത്ത്, നല്ല ചുമന്ന പേരയ്ക്കൊക്കെ കിളിക്കുന്നൊരു പേരയായിരുന്നു ഇവിടെ ഉള്ളത്. അപ്പം നമ്മളപ്പുറത്തെ വീട്ടിലെ കിണറ്റിൽ നിന്നായിരുന്നു വെള്ളം കോരുന്നത്. അപ്പുറത്തൊരു വീടുണ്ട്, തൊട്ടപ്പുറത്താണ് ഈ ജനലെന്ന് പറയുന്നത്, അപ്പുറത്തെ വീട്ടിലെ ജനലാണ്. അവിടെ നിന്നായിരുന്നു നമ്മൾ വെള്ളമൊക്കെ കോരുന്നത്. അവിടെ ഒരു കിണറുണ്ട്, പാറയ്ക്കകത്തുനിന്ന് വരുന്ന കിണർ. പിന്നെ ഇവിടെ കയറി നമ്മൾ ഇറങ്ങി കളിക്കുന്നതും. ഇവിടെ ഒരു കപ്പമരം ഉണ്ടായിരുന്നു, കപ്പയ്ക്ക പിടിക്കുന്നത്. നല്ല, പക്ഷെ ഇപ്പം മൊത്തം നശിച്ച് കിടക്കുക. ഇവിടെ താമസം ഉണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. മൊത്തം താമസം ഇല്ലായിരിക്കാം, അതിൽ ഇങ്ങനെയൊക്കെ കിടക്കുന്നത്. ഇവിടെ നല്ലതായിരുന്നു. എന്നിട്ട് നമുക്കിവിടെ ഈ ആട്ടുകല്ല്, അമ്മച്ചി ഇവിടെ ഇരുന്ന് ആട്ടുമായിരുന്നു. ഇതായിരുന്നു പഴയ വീട്. ഇത് എന്നാലും എനിക്ക് നൊസ്റ്റാൾജിയയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെക്കുന്ന വീഡിയോയാണ്. ഞാൻ വീണ സ്ഥലവും. അപ്പുറത്തെ വീട്ടിലെ പാറക്കുളം ഞാൻ കുറച്ച് കഴിയുമ്പോൾ എടുക്കാം. ഇതായിരുന്നു ഗൈസ് നമ്മുടെ വീട്. ഇവിടെ ഒരു ഷെഡ് പോലെ ഉണ്ടായിരുന്നു നമുക്ക് ഇതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ തോട് പറ്റിപ്പോയത് എനിക്കൊരു നല്ല വിഷമമായിട്ട് തോന്നുന്നുണ്ട്. തോടുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. തോടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എല്ലാം കാണുകയൊക്കെ ചെയ്യാമായിരുന്നു. ഇപ്പോഴത്തെ വീട് അതാണ് അവിടെ നിൽക്കുന്നത്, അത് മേളിൽ. അത് വിറ്റു. നമ്മൾ ട്രിവാൻഡ്രം പോവുക എല്ലാവരും ഷിഫ്റ്റായിട്ട്. ബാക്കിലൊന്നും സ്ഥലമില്ല, മൊത്തം റബ്ബറാണ്. ചക്ക, അയ്യോ ചക്ക മിസ് ചെയ്യും. കണ്ടോ ഗൈസ്, എനിക്ക് നോസ്റ്റാൾജി വരുന്നു. പണ്ട് ഞാനും അണ്ണനും കൂടെ മീനൊക്കെ പിടിക്കുന്നതും ഓരോ കുരുത്തക്കേടൊക്കെ ചെയ്യുന്നതും ഉരുണ്ടൊക്കെ വീഴുന്നതൊക്കെ എനിക്ക് ഓർമ്മ വരുന്നു ഇപ്പോഴും. ഞാനും അണ്ണനും കൂടെ ഭയങ്കര അടിയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഉരുണ്ട് വീണത്. അമ്മ ഒരു ദിവസം മേളത്തെ വീട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് കാലൊക്കെ മുറിഞ്ഞിരിക്കുന്നു. നമുക്കിപ്പം പിന്നെ ഒരു 2 ബാൻഡേജിൽ ഒട്ടിച്ച്. ഇപ്പോഴാണെങ്കിൽ ഒരു 4 സ്റ്റിച്ചിട്ടുണ്ട് മുറിവുണ്ടായിരുന്നു. അന്ന് പിന്നെ 2 ബാൻഡേജ് മേടിച്ച് ഒട്ടിച്ച്, പിന്നെ അതങ്ങ് ഉണങ്ങി. ഇതാണ് ഗൈസ്. അതെ ഇവിടെ കണ്ട, അതാണ് ഇപ്പോഴത്തെ വീട്. ഇപ്പോൾ 9 വർഷമായിട്ട് ഈ വീടായിരുന്നു. ഇതാണ് ഗൈസ് അമ്മച്ചി അവിടെ എന്തോ ഫോൺ വിളിക്കുന്ന തിരക്കിലായിരുന്നു. അന്നേരം ഞാൻ വീഡിയോ എടുത്തോണ്ട് തന്നെ. ഹലോ ഗൈസ്, എടുക്കുന്നത് അതുപോലെ പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായി ജോലി ചെയ്ത് അമ്മച്ചിക്ക് കൊണ്ടുതരണം. അപ്പോഴത്തേക്ക് അമ്മച്ചി മണ്ണിൻ്റെ അടിയിലിരിക്കും. അതേ ഉള്ളൂ. നിങ്ങൾ ജോലി ചെയ്ത് പൈസയൊക്കെ കൊണ്ടുവരുമ്പോൾ അകത്ത് കാണിച്ചു തരാം. ഹായ് ഗൈസ്, ഇതാണ് നമ്മുടെ കുഞ്ഞമ്മ. കുഞ്ഞമ്മ ഒരുങ്ങിയിട്ട് വരാന്ന് പറഞ്ഞു. ഓട്ടോ വിളിച്ച നമ്മ ഒരുങ്ങി. ഞാൻ ഫോട്ടോ എടുക്കാതെ വീഡിയോ എടുക്കുക. ബൈ, ടാറ്റ. കയറ്റി വിട്ടിട്ട്